വയറ്റിന്ന് നല്ല രീതിയിൽ ശോധന ലഭിക്കണമെങ്കിൽ ദിവസവും മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരിക ഇന്ന് പല ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ്. ഇത് വളരെയധികം വലിയ ഡേഞ്ചർ കണ്ടീഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെഡിസിൻ കഴിച്ചാൽ മാത്രമേ ശോധന കിട്ടണുള്ളൂ, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല, ശരിക്കും ഫുള്ള് പോയി കിട്ടണില്ല എന്നുള്ള കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ വയറ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. എന്തോ ഒരു ഡാമേജ് നിങ്ങളുടെ കുടലുകളിൽ ബാധിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ നോർമലാക്കി കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശോധനയുടെ പ്രയാസമുള്ള ആളുകൾ, സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ട അവസ്ഥ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും മെഡിസിൻ എടുക്കണം, ഏത് സമയത്ത് നിർത്തണം, മെഡിസിൻ എടുക്കാതെ നമുക്ക് ഈ ശോധന എങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജി, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. പല ആളുകൾക്കും ഇന്ന് നേരിടുന്ന പ്രയാസമാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ശോധന വയറ്റുനിന്ന് പോകണില്ല എന്നുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പലരും നേരിടുന്ന പ്രയാസമാണ്. പല ആളുകൾക്കും ആ ശോധന കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റാഹത്ത്, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം, ഒരു തൃപ്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും, പക്ഷെ അത് കംപ്ലീറ്റ് ഒരു 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 എന്താ പറയുക, ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, ഒരു കംപ്ലീറ്റ് പോയ മാതിരി നമുക്ക് തോന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയാം? ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് ഇന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നാണ് എടുക്കുന്നത്, നാളെ 2 എടുക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിച്ചിട്ട് എഫക്റ്റ് ആവാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വേറെ കമ്പനീൻ്റെ ആരെങ്കിലും പ്രിഫർ ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അതെടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്തത്. കാരണം ഇതിങ്ങനെ ഡോസ് കൂട്ടി 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 വരുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അത് വെരി റോങ് ആയിട്ടുള്ള കണ്ടീഷനാണ്. എപ്പോഴേലും ഒന്നും എടുക്കണമല്ല കേട്ടോ, ഇതിങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന കാര്യമാണ് ഞാൻ നിർബന്ധമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാം? നമ്മുടെ ഗട്ടിൻ്റെ നമ്മുടെ കുടലിനൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ശോധന, അല്ലെങ്കിൽ വയറ്റുന്ന പോലെ ടെൻഡൻസി വരെയുള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിന്ന് പോകും. നമ്മുടെ നാഡികളൊക്കെ മരവിച്ച് പോകുന്ന അവസ്ഥ, അതിനൊരു സ്റ്റിമുലേഷൻ കിട്ടൂല. അവിടുത്തെ നാഡികളുടെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ മസിൽസൊക്കെ എന്ത് ചെയ്യും? മസിൽ കോൺട്രാക്ഷനും അതിൻ്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യും? അത് താറുമാറാക്കും. ഈ മെഡിസിൻ കഴിച്ചാലേ പ്രവർത്തനം ലഭിക്കൂ എന്നുള്ള കണ്ടീഷനിലേക്ക്, ഒരു അഡിക്ഷനിലേക്ക് ആക്ച്വലി എന്ത് പോയി? നമ്മുടെ കുടലുകൾ പോയി പോകുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന് ഡിപ്പെൻഡഡ് ആയിരിക്കും. പിന്നെ അതും തന്നെ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പിന്നെ അവിടെ ഉണ്ടാകുക എന്നുള്ളത്. കാരണം ഒരു മെഡിസിൻ കഴിച്ചിട്ട് മാത്രം പോകേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മുടെ കുടൽ പ്രവർത്തിക്കണില്ല എന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞിട്ടുള്ള സ്ഥിരമായിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണുക, ഒരു ഹെൽത്ത് അഡ്വൈസറെ കണ്ടിട്ട് അവരെ ഒരു ഡിസിഷനോ അവരുടെ ഒരു നോക്കിയിട്ട് എന്താണ് പ്രശ്നം നോക്കണം. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, വയറ്റിന്ന് പോകാൻ നമ്മളിപ്പോൾ പല ആളുകൾ പറയുന്ന പ്രശ്നമാണ്, ഡോക്ടറെ വയറ് ഖനം വെച്ചിട്ടുണ്ട്, വയറ് ഗ്യാസ് പോലെ വരുന്നുണ്ട്, ശരിക്കും ശോധന കിട്ടുന്നില്ല, വിശപ്പ് കുറവാണ്, ഇങ്ങനെ പല പ്രയാസങ്ങളും എന്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വരുന്ന സമയത്താണ് പ്രോപ്പറായിട്ട് നമ്മൾ ശോധന ഉണ്ടോ ഇല്ലയോ നോക്കലും ഈ പറഞ്ഞതുപോലെ മെഡിസിൻ കഴിക്കാമെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് 2-3 ദിവസത്തിലധികം നിങ്ങൾക്ക് ശോധന കിട്ടുന്നില്ല, അതേപോലെ നല്ല ഹാർഡായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. എല്ലാ ദിവസവും ശോധന വേണം. 24 മണിക്കൂർ ഒരു തവണ ശോധന വേണമെന്ന് എവിടെയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരിക്കും, ഞാൻ ഇന്ന് പോയില്ലല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കും. അങ്ങനെ ടെൻഷൻ അടിക്കാൻ ആവശ്യമൊന്നുമില്ല. കാരണം അതിനൊരു നോർമാലിറ്റി ഉണ്ട്, മീൻസ് ഒരു നോർമൽ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച ഏത് ഭക്ഷണമാണ് കഴിച്ചത്, ഏത് സമയത്താണ് കഴിച്ചത്, അതെല്ലതും എന്താണ് ഈ ഒരു ശോധന ഡിപ്പെൻഡാണ്. ഇപ്പോൾ ചില ആളുകളുണ്ടായിരിക്കും, ഡോക്ടർ എനിക്ക് ശോധന തീരെ ഇല്ല എന്ന് പറയും. അപ്പോൾ നോക്കുമാർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് എന്താണ് ഈ സാധുക്കൾ, ഈ പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടോ അറിയോ? ഈ ശോധന കുറവാണല്ലോ എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കൽ കുറവാകുമ്പോൾ എന്ത് ഇവിടെ ശോധന കുറയും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കാണ്ടിരിക്കലല്ലേ ചെയ്യൽ, ഭക്ഷണം കഴിക്കണം. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. അതിനനുസരിച്ച് ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് ഇല്ല, ശരിയായ രീതിയിൽ ശോധന ലഭിക്കുന്നില്ല, മലം പുറത്ത് പോകണില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യം, ദഹനക്കേടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അതിനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? മരുന്ന് കഴിക്കരുത് എന്നുള്ളതാണ്. ഈ ശോധന ബ്ലോക്ക് ആവാൻ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ശോധന കിട്ടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ മരുന്ന് കുടിക്കുന്ന ആളുകളും വയറ്റിന് ശരിയായി പോകാത്ത ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് ഡീഹൈഡ്രേഷനാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വേണ്ടത്ര രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കുന്ന സാധനം, നിങ്ങൾ
വെള്ളം കുടിക്കുക. ഡോക്ടർ ഞാൻ വെള്ളം കുടിക്കല്ലേ, നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കലെന്ന് ചോദിക്കും. ഞാനൊരു ഒരു 5-8-10 ഗ്ലാസ് വെള്ളം അങ്ങനെ പറയലാണ്. ഇന്ന് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് വെച്ചാൽ ചിലപ്പോൾ പറയുന്നത് ഇന്ന് കുടിച്ചില്ല ഡോക്ടറെ എന്ന് പറയും. അപ്പോൾ പല ആളുകളും ഞാൻ എത്ര വെള്ളം കുടിക്കുന്നുണ്ട്, പ്രോപ്പർ ഹൈഡ്രേഷൻ നിലനിർത്തുന്നത് പോലും പലരും നോക്കാറില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ ചായ ആയിരിക്കും നല്ലോണം കുടിക്കുക, അല്ലെങ്കിൽ കോഫി നല്ലോണം കുടിക്കുന്നുണ്ടാവും. അതിൽ കാര്യമില്ല. ഈ കോഫി ആകട്ടെ ചായ ഇത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. നല്ലോണം മൂത്രം പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡീഹൈഡ്രേഷൻ ബോഡി നല്ലോണം ഉണ്ടാവും. അപ്പോൾ വയറ് ഉറക്കാൻ അത് കാരണമാവും എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലോണം നമ്മൾ നോട്ട് ചെയ്യണം. വെള്ളമാണ് അത്, വെള്ളം പോലെ ഒരു സാധനമാണ് നീ, അല്ലെങ്കിൽ അത് വെള്ളം അയച്ചിട്ട് എന്ത് തരാം നിങ്ങൾ കണക്കിൽപ്പെടുത്തണ്ട. സാധാരണ നമ്മൾ നോർമൽ വാട്ടറായിട്ട് ദിവസം ഒരു ആവറേജ് 2-3 ലിറ്റർ എന്ത് ചെയ്യണം നമ്മൾ വെള്ളം കുടിക്കണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ എന്നറിയോ, നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് ഉണ്ടാവുള്ളൂ, ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ, മലം സോഫ്റ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, മലം ഹാർഡാവും, കട്ടി പിടിക്കും. ശരിയായ രീതിയിൽ ഈ ഒരു കുഴലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കുടലിലൂടെ എന്ത് ചെയ്യില്ല, പാസ് ചെയ്ത് പോവില്ല. ഭയങ്കര പ്രയാസം ഉണ്ടായിരിക്കും. പിന്നെ അത് പൈൽസിലേക്ക്, ഫിഷറിലേക്കൊക്കെ എന്ത് ചെയ്യും, ബ്ലീഡിങ്ങിലേക്കൊക്കെ പോകുന്ന അവസ്ഥ വരും. ടോയ്ലറ്റ് പോയാൽ രക്തം വരുന്നൊക്കെ അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പം ദിവസം നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത് പ്രോപ്പറായിട്ട് ഫൈബർ നമ്മൾ എടുക്കേണ്ടത് നോക്കുക അല്ലേ. നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ ഫൈബറിൻ്റെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വെള്ളം നിലനിർത്താനുള്ള അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ മലത്തിൻ്റെ കൂടെ നല്ല ഫൈബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മലം നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നല്ല ഈസി ആയിട്ട്, കൂടുതൽ പ്രഷർ കൊടുക്കുക, കൂടുതൽ മുക്കി ഒഴിക്കാണ്ട് എന്ത് ചെയ്യും, നല്ല ഈസി ആയിട്ട് മലം ശോധന കിട്ടാൻ എന്ത് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്ന് എസ്പെഷ്യലി നമ്മുടെ ഇലക്കറികൾ കഴിക്കാം. അതേപോലെ തന്നെ പേരക്ക വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ആപ്പിൾ നല്ലതാണ്. പിന്നെ അങ്ങനെയുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികൾ നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഫൈബർ അതിലുണ്ടായിരിക്കും. നല്ല രീതിയിൽ ശോധന കിട്ടാൻ അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അതേപോലെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ശോധന ഉണ്ട്, പ്രത്യേകിച്ച് രാവിലെ എണീക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പോവില്ല. നമ്മളിപ്പോൾ മീറ്റിങ്ങിൽ കൂടാണ്, ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്കൂളിലൊക്കെ ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാണ്ട് ഞാനിപ്പോൾ ഇതെങ്ങനെ പറയാം, ഇവിടുന്ന് എങ്ങനെ എണീറ്റ് പോവുക, ആൾക്കാരിനെ നോക്കൂല, ഇതെങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുക, ആ ഒരു ജാള്യത കാരണമായിട്ട് എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ പോകാണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കനപ്പെട്ട പണിയിലായിരിക്കും, ചിലപ്പോൾ ഫോൺ കോളിലായിരിക്കും. അപ്പോൾ ആ ഒരു മടി കാരണം ടോയ്ലറ്റിൽ പോകാനുണ്ടായി കഴിഞ്ഞാൽ പോകാണ്ടിരിക്കുക, അത് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു നോർമൽ റിഫ്ലക്സോടെ എന്ത് ചെയ്യും, ഡാമേജഡ് ആവും. പ്രോപ്പറായിട്ട് റിഫ്ലക്സ് കിട്ടൂല. നമ്മൾ ആ ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോഴല്ല നമ്മൾ പോക്കൽ. ആ ടെൻഡൻസി വന്നിട്ടും നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ടെൻഡൻസി ഇങ്ങനെ കുറഞ്ഞ് വരും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ടോയ്ലറ്റിൽ പോകാനുണ്ടോ ഉടനെ തന്നെ അത് ടോയ്ലറ്റ്, അത് മൂത്രം ഒഴിക്കാനാണെങ്കിലും ടോയ്ലറ്റ് മലം പോകാനാണെങ്കിലും ശരി, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ടോയ്ലറ്റിൽ ഉടനെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ആ റിഫ്ലക്സ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു വരും. പിന്നെ അത് കിട്ടാത്ത ഒരു പ്രയാസം വരും. അപ്പോൾ മല ശരിക്ക് പോകാത്തൊരു ബുദ്ധിമുട്ട് വരും. അത് പലരും നേരിടുന്ന പ്രയാസമാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് എക്സസൈസ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വന്നത് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ നല്ലോണം ഉണ്ട്. സെഡൻറ്ററി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുക, കൂടുതൽ കായികാധ്വാനമോ വേർക്കുന്ന ജോലി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ഓഫീസ് റൂം എന്ത് ചെയ്യുക, അവിടെ ഇരിക്കുക, എന്നിട്ട് ബാക്കി അവിടെ ഇരുന്ന് ഇങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കുക, പിന്നെ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക, ഓഫീസിൽ വരിക, ഇരിക്കുക, ഇതന്നെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസ്കുലർ മൂവ്മെൻറ്റുകൾ, ജോയിൻറ്റുകൾ എന്ത് ചെയ്യില്ല, ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ പ്രോപ്പർ സർക്കുലേഷൻ അവിടെ ലഭിക്കില്ല, പ്രോപ്പർ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കില്ല, പലതരത്തിൽ അസ്വസ്ഥതകൾ വരും. അതിൻ്റെ കൂടെ ഈ ഒരു മലം പോകാനും പ്രയാസം ഉണ്ടായിരിക്കും. പല ആളുകളും എക്സസൈസ് ഇല്ലാത്തത് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വയറ് ഉറച്ചു പോകുന്ന അവസ്ഥ വരും. നമ്മൾ എത്രത്തോളം മൂവ്മെൻറ്റ് കൂട്ടുന്നോ അത്രത്തോളം നമ്മുടെ അബ്ഡോമണിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് മൂവ്മെൻറ്റ് കിട്ടും. എസ്പെഷ്യലി നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാനുള്ളതാണ്. അതൊക്കെ അബ്ഡോമിനൽ ബ്രീത്തിങ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഭാഗങ്ങളിലൊക്കെ നല്ല മൂവ്മെൻറ്റ് കൂട്ടാനും ഈ പറഞ്ഞതുപോലെ മലം ഈസി ആയിട്ട് പോകാനും എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആളുകൾ, വ്യായാമം ചെയ്യാത്ത ആളുകൾ, നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ശരിയായ രീതിയിൽ നിങ്ങൾ തൃപ്തിപ്പെടാത്ത രീതിയിലാണ് മലം പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ രാത്രി സമയത്ത് എസ്പെഷ്യലി എന്ത് ചെയ്യണം, ഹെവി മീൽ കഴിക്കരുത്. ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ലേറ്റായിട്ട് കുഴിമന്തിയോ ബിരിയാണിയോ മധുഹൂത്തോ അങ്ങനെ എന്തെങ്കിലും ഹെവി ഫുഡുകൾ 12 മണിക്ക് 1 മണിക്കൊക്കെ പോയിട്ട് നല്ല ഹെവി ഫുഡാക്കി നമ്മൾ ഫിറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തെ ഡാമേജാക്കും, പ്രോപ്പറായിട്ട് ദഹനം നടക്കില്ല, ബ്ലോട്ടിങ് വരും, പൊളിച്ചത കെട്ടുകളുണ്ടാവും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവും, ഗ്യാസ്ട്രിക് കംപ്ലീറ്റ് ഡാമേജ് ആകുന്ന അവസ്ഥ വരും, ശോധന പ്രോപ്പറായിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ശോധന കിട്ടുന്നില്ല, പലതരത്തിൽ അസ്വസ്ഥതകൾ വരുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കും.
ഒന്ന് നിങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ ഒരു 2 ഗ്ലാസ് ചെറിയ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. ഇതെന്താണെന്ന് അറിയാം, നമ്മുടെ ഒരു മലത്തെ ഒരു സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ടെൻഡൻസി, ടോയ്ലറ്റിൽ പോകണമെന്ന ടെൻഡൻസി ഉണ്ടല്ലോ, ആ ടെൻഡൻസി കൂട്ടാൻ എന്ത് ചെയ്യും ഈ ഒരു വാം വെള്ളം നല്ല ഹെൽപ്പ് ചെയ്യും. നമ്മൾ തണുത്ത വെള്ളം വല്ലാണ്ട് കുടിക്കരുത് കേട്ടോ, അത് ഡ്രൈനെസ് ഉണ്ടാക്കും. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, തണുത്ത വെള്ളം വല്ലാണ്ട് കുടിക്കരുത്. ഇനി ഒന്നും കിട്ടിയില്ല നിങ്ങൾ നോർമൽ വെള്ളം കുടിച്ചാലും മതി. ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഒരു ഇളം ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള കുടിക്കരുത്, ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടെ സ്റ്റിമുലേഷൻ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ ടെൻഡൻസി ഉണ്ടോ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം. അവിടെ മീറ്റിംഗ് ഉണ്ടെന്നോ ഫോൺ കോളിങ്ങിലാണെന്നോ അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചുക്കണോ ഇതൊന്നും നോക്കരുത്. അത് വേഗം ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടോയ്ലറ്റിൽ പോവുക. ആ സമയത്ത് തന്നെ ശോധനയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ടെൻഡൻസി പിന്നെ പതിയെ പതിയെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ നല്ല ഫൈബർ ഉൾപ്പെടുത്തും. ഞാൻ നേരത്തെ പറഞ്ഞു, എസ്പെഷ്യലി വേണമെങ്കിൽ നമുക്ക് സോക്കഡ് ആയിട്ടുള്ള ചിയാസീഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് 1-1.5 ടീസ്പൂൺ രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈബർ നിലനിർത്താനും നമ്മുടെ ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റ് കൂട്ടാനൊക്കെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, അത് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസുകൾ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ജോഗിങ് നടത്തായിട്ടോ അല്ലെങ്കിൽ സൈക്ലിംഗ് പോലെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുക. അത് നല്ല രീതിയിൽ എന്ത് പോയി നമ്മുടെ ശോധന കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, രാത്രി സമയങ്ങളിൽ ഹെവി മീൽ കഴിക്കരുത്. ലൈറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ദഹിക്കുന്നതും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക. മറ്റേത് നമ്മുടെ ദഹനത്തെ നല്ല ഡാമേജ് ആക്കും, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, ദഹനം നടക്കുകയില്ല, ശോധന ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്, ശരിക്കും ശോധന കിട്ടാത്ത ആളുകൾക്ക് പറ്റിയൊരു സംഗതി, നമ്മളെ കറുത്ത ഉണക്കമുന്തിരിണ്ടല്ലോ കുരുവില്ലാതെ, ഇതെന്ത് ചെയ്യുക, ഒരു 10 രൂപ എടുക്കുക, ഒരു 10-15 എടുത്തിട്ട് കഴുകിയിട്ട് രാത്രി വെള്ളത്തിലിടുക. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്ത് കഴിക്കുകയും ചെയ്യുക, വെള്ളം കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തിപ്പഴം ഉണ്ടല്ലോ, ഈ അത്തിപ്പഴം എന്ത് ചെയ്യുക, ഒരു 3-5 എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി വെറും വയറ്റിൽ രാവിലെ എന്ത് ചെയ്ത് നല്ല ചവച്ചരച്ച് തിന്നുകയും ചെയ്യുക, വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മലം സോഫ്റ്റ് ആകാനും പെട്ടെന്ന് പോകാൻ ഹെൽപ്പ്, ഈവൻ പൈൽസുള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഗതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിന് കൂടെ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പേരക്ക നല്ലോണം കഴിക്കുക എന്നുള്ളത്. പേരക്ക നമ്മൾ കഴിക്കും, നല്ല ഫൈബർ ഉള്ളതാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മുടെ മലം നല്ല സോഫ്റ്റ് ആകാനും നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരക്ക എന്ന് പറയുന്നത്. അതുപോലെ പക്ഷേ നമ്മൾ തൈര് ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മൾ യോഗട്ടിന് പുളി കുറഞ്ഞ തൈരാണ് ഏറ്റവും ബെസ്റ്റ്. ചില ആളുകൾക്ക് പുളി കൂടിക്കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പുളി കുറഞ്ഞ തൈര് എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ അത് ദഹനത്തെ ഇമ്പ്രൂവ് ആക്കുകയും ചെയ്യും, നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ശോധന കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതിന് പുറമെ എന്ത് ചെയ്യുക, നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കരുത് കേട്ടോ. കുറേ ഇരുന്ന് കഴിഞ്ഞാലും അത് നമ്മുടെ ഗട്ടിന് ഡാമേജ് വരുത്തും. പോവുക ഇല്ല എണീറ്റ് വരിക എന്നുള്ളതാണ് ആ ഒരു സിസ്റ്റം ആക്കട്ടെ. അല്ലാതെ നമ്മൾ ഫോൺ വയ്ക്കുക, ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ പത്രമായിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് സമയം ചിലവഴിക്കരുത്. അത് നല്ല രീതിയിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഡാമേജ് ആക്കുന്നത് നിർബന്ധമായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുക, ആ കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അത് ഷുവറാ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ദഹിക്കാത്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെർവ് റിലേറ്റഡ് പ്രശ്നമാണ്, മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ നമ്മൾ സെൽഫായിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും ലാക്സേറ്റീവ് ശോധനയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കരുത്. അത് നല്ല രീതിയിൽ നമ്മുടെ ദഹനത്തെ ബാധിക്കും. പിന്നീട് മറ്റു മരുന്നുകളും ഈ പറഞ്ഞ പൊടിക്കൈകളും നമ്മുടെ ജീവിതശൈലികളൊന്നും മാറ്റിയാൽ പോലും മാറാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യും, അഡിക്റ്റഡ് ആകുന്ന ഒരു കണ്ടീഷനിലേക്ക് എന്ത് പോയി നമ്മുടെ പോകും, നമ്മുടെ കുടലുകളുടെ പ്രവർത്തനമൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, പല ആളുകൾ നേരിടുന്ന പ്രയാസമാണ് കോൺസ്റ്റിപ്പേഷൻ, എപ്പോഴും വരുന്ന സംഗതിയാണ് ഈ വയറ് സംബന്ധമായ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പല സംശയങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, ഇത് പൂർണ്ണമായിട്ടില്ല എന്നുള്ള അറിയാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താരതമ്യമുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.